ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് നല്ല ഒരു പ്രഭാതം കൂടെ ജീവനുള്ളവരുടെ ദേശത്ത് നമുക്കായി അവശേഷിപ്പിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് ശക്തന്മാരുടെ മുൻപിലായിരിക്കില്ല, ശാസ്ത്രിമാരുടെ മുൻപിലായിരിക്കത്തില്ല, ബലവാന്മാരുടെ മുൻപിലായിരിക്കത്തില്ല. നിസാരരായ ചില വ്യക്തികളുടെ മുമ്പിൽ നമ്മൾ തോൽവിയടഞ്ഞു പോകും. ദൈവത്തിന് സ്തോത്രം. യേശുവിനോട് പത്രോസ് ഒരിക്കൽ പറഞ്ഞു, ആര് നിന്നെ തള്ളിപ്പറഞ്ഞു പോയിരുന്നാലും ശരി, എൻ്റെ അവസാന തുള്ളി രക്തം വരെ ഞാൻ നിനക്ക് വേണ്ടി തന്ന് നിനക്ക് വേണ്ടി പോരാടും. ദൈവത്തിന് സ്തോത്രം. എങ്കിലും പത്രോസിന്റെ സ്നേഹത്തെ യേശു മനസ്സിലാക്കി. ഇവൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നവനാണ്, ഇവൻ എനിക്ക് വേണ്ടി ജീവൻ വെക്കുന്നവനാണ് എന്ന് യേശുവിന് അറിയാമെങ്കിലും അവന്റെ ഹൃദയത്തിന്റെ പതർച്ച ഏതെല്ലാം രീതിയിൽ അവനെ എഫക്റ്റ് ചെയ്യുമെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഒരുപക്ഷെങ്കിൽ പത്രോസ് പറഞ്ഞത് ഞാൻ നിനക്ക് വേണ്ടി ജീവൻ വയ്ക്കുമെന്നൊക്കെ യേശുവിന്റെ മരണത്തെ അല്പമായിട്ടെങ്കിലും മനസ്സിലാക്കിയ പത്രോസ് പറഞ്ഞത് അവന്റെ കയ്യിൽ ഒരു വാളുണ്ട്, അവന് വെട്ടുവാൻ അറിയാം, യുദ്ധം ചെയ്യുവാൻ അറിയാം, അവൻ എരിവുകാരാണ്, എരിവ് വംശത്തിൽപ്പെട്ട ആളാണ്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് പെട്ടെന്ന് വാളെടുക്കും, കോപം വരും, പെട്ടെന്ന് ക്ഷോഭിക്കുന്നവനാണ്. അവന്റെ മുൻപിൽ, ആ ചൂടന്റെ മുൻപിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മറ്റുള്ളവർ ഭയപ്പെട്ടു പോകും. അവന്റെ ശബ്ദത്തിലും അവന്റെ വാക്കുകളിലും ഗാംഭീര്യത്വമുണ്ട്. ഇങ്ങനെയുള്ളതായ ഗാംഭീര്യത്വവും അവന്റെ കയ്യിലുള്ള വാളും അവന്റെ വംശത്തിന്റെ അതിൽ അവനൊരു എരിവുകാരനായ എരിവുകാരായ വംശത്തിൽപ്പെട്ടവരാണെന്നുമുള്ളതായ ഓരോരോ ചിന്ത പത്രോസിനെ ചില പരിശോധനയുടെ മുൻപിൽ പിടിച്ചു നിർത്താം എന്നുള്ളതായ ചില ആശ, ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ചിന്ത, ഒരു പ്രത്യാശ പത്രോസിനുണ്ടായി. അതിന്റെയൊക്കെ വെളിച്ചത്തിലാണ് പത്രോസ് പറഞ്ഞത്, ഈ നിൽക്കുന്നവരൊക്കെ തള്ളിപ്പറഞ്ഞു പോയിരുന്നാലും ശരി, ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. പത്രോസിന്റെ സ്നേഹത്തെ കർത്താവ് നല്ലതുപോലെ മനസ്സിലാക്കി. മറ്റുള്ളവരെക്കാൾ കൂടുതൽ പത്രോസ് ദൈവത്തെ, കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് യേശുവിന് മനസ്സിലായി. എങ്കിലും അവന്റെ ഹൃദയം എങ്ങനെ പതറിക്കുവാൻ ചില വ്യക്തികൾ കടന്നു വരുന്നതായിട്ട് യേശു മുന്നമേ കണ്ടതിനാൽ പത്രോസിനോട് കർത്താവ് പറയാണ്, പത്രോസേ, ഇന്ന് രാത്രിയിൽ കോഴി കൂകുന്നതിന് മുൻപ് 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറയേണ്ടതായിട്ടുണ്ട്. പത്രോസിന് പോലും വിശ്വസിക്കാൻ ഒക്കെയില്ല. ദൈവത്തിന് എങ്ങനെ വിശ്വസിക്കാൻ ഒക്കും? ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, ധൈര്യശാലി, എരിവുകാരൻ, വാളും മറ്റു പരിചയമൊക്കെ കയ്യിലുള്ളവൻ എങ്ങനെ അതിനെയൊക്കെ ഉപയോഗിക്കണമെന്ന് തനിക്ക് ആരുടെയും അനുവാദം വേണ്ട, ഒറ്റ വെട്ടിന് ആരെയും 2 കഷ്ണമാക്കുന്ന സ്വഭാവം. ദൈവത്തിന് സ്തോത്രം. പക്ഷെങ്കിൽ യേശു പിടിക്കപ്പെട്ടു. യേശു ശത്രുക്കളാൽ ഉപദ്രവിക്കപ്പെട്ട് ദുഃഖത്തോടെ പത്രോസ് ആ ന്യായാധിപ സംഘത്തിന്റെ, അല്ലെങ്കിൽ ആ ന്യായാധിപ ആലയത്തിന്റെ നടുമുറ്റത്ത് നിൽക്കുന്നതായ സമയത്ത് കേവലം ഒരു വേലക്കാരി വന്ന് പത്രോസിനോട് പറയുകയാണ്, നീയും ഒരു ഗലീലക്കാരനല്ലേ? ദൈവത്തിന് പത്രോസ് പതറിപ്പോയി. നീയും അവനോടുകൂടെയുള്ളവനായിരുന്നില്ലേ? ഒരു യേശു നിമിത്തം ഒരു ഗലീല സമൂഹം മുഴുവനും പ്രതിരോധത്തിലായിരിക്കുകയാണ്, പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പത്രോസ് മാത്രമല്ല, ശിഷ്യന്മാര് മാത്രമല്ല, ഗലീലക്കാർക്ക് മുഴുവനും അപമാനം. ഗലീലക്കാർ ആകെപ്പാടെ ഭയന്നിരിക്കുകയാണ്. യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ഗലീല ആ ദേശത്ത്, അല്ലെങ്കിൽ ആ കടൽക്കരയിൽ ആരെയൊക്കെയാണ് റോമാ ഗവൺമെന്റ് അല്ലെങ്കിൽ പടയാളികൾ വന്ന് പിടിക്കാൻ പോകുന്നതെന്ന് വളരെ ഭയപ്പെട്ട് ജനങ്ങൾ നാനാ വഴിക്കും ചിതറിയോടി. ഗലീലയിലെല്ലാം വലിയ സംസാരമായി. നോക്കൂ, ഇവിടെയൊക്കെ പ്രസംഗിച്ചു നടന്നതായ നസ്രായനായ യേശുണ്ടല്ലോ, ഈ ഗലീല ദേശത്തിന് മുഴുവനും അപമാനം വരുത്തി, നമുക്ക് നാശം വരുത്തി എന്നുള്ളതായ ഒരു ഭയപ്പാട് ഗലീല ദേശത്താകെ ഭയം വീണു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റതായ കല്ലറയിൽ ഇരുന്നതായ ദൂതന്മാർ ശിഷ്യന്മാരോട് പറഞ്ഞത്, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? ഗലീലക്കാരോട് ഒരു സന്ദേശമുണ്ട്. യേശുവിന് അവിടെ ചെന്ന് പറയണം, അല്ലയോ ഗലീലയെ, ഞാൻ നിമിത്തം നിങ്ങൾ ഭയപ്പെട്ടിരുന്നിരിക്കുകയായിരിക്കാം. ഞാൻ മരിച്ചവനല്ല, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുള്ള ഒരു സാക്ഷ്യം മറ്റുള്ളവരെക്കാൾ മുൻപ് യേശുവിന് ഗലീല ദേശത്തോട് സംസാരിക്കുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കും, എന്തിനാണ് യേശു ആദ്യം ഗലീലയ്ക്ക് പോയത്? ശിഷ്യന്മാരെക്കാൾ മുൻപ് എന്തുകൊണ്ടാണ് ഗലീലയ്ക്ക് പോയത്? നോക്കൂ, പത്രോസിലേക്ക് നമുക്കൊന്ന് തിരികെ വരാം. പത്രോസ് വിചാരിച്ചു,
വലിയൊരു യുദ്ധവും അടിപിടിയും ബഹളമൊക്കെ ഉണ്ടാകും, ഞാൻ എൻ്റെ ആയുധം കൊണ്ടൊക്കെ ഞാൻ അവരോട് പോരാടി നിൽക്കുമെന്ന് പത്രോസ് വിചാരിച്ചു. പക്ഷെങ്കിൽ പത്രോസിനോട് പോരാടുവാൻ ദൈവം കർത്താവ് പറഞ്ഞതായ വാക്കിന്റെ നിവൃത്തിക്ക് ഒരു പടയാളിയോ ഒരു ന്യായശാസ്ത്രിയോ അല്ലെങ്കിൽ ഒരു പള്ളിപ്രമാണിയോ അല്ലെങ്കിൽ ഒരു റോമ ഗവൺമെന്റിലെ ഒരു പട്ടാളമോ ഒന്നുമല്ല പത്രോസിനോട് നേരിട്ടത്. കേവലം നിസാരമായ ഒരു വേലക്കാരി. അവളുടെ വാക്കിന് മുൻപിൽ പത്രോസ് തകർന്നുപോയി. അവളോട് പറയാണ്, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല, ഞാൻ അവന്റെ കൂട്ടത്തിൽ ഒന്നുമായിരുന്നില്ല. വേറൊരു വേലക്കാരി പണിപ്പുരയ്ക്കൽ വന്ന് പറഞ്ഞു, ഇവനും ഗലീലക്കാരൻ, ഇവനും യേശുവിനോടുകൂടിയുള്ളവൻ. അവളുടെ മുൻപിലും യേശു തകർന്നുപോയി. വീണ്ടും അതിനുശേഷം പത്രോസ് ഇവരുടെ മുൻപിൽ വെച്ച് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് അവിടെ നിന്ന് വളരെ ബുദ്ധിപരമായി അവന്റെ വാക്കുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പത്രോസ് വിചാരിച്ചു. പക്ഷെങ്കിൽ അവൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചതായ വാക്കിന്മേൽ ശത്രു പിടിക്കാൻ തുടങ്ങി. ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് വന്നുകൊണ്ട് അവർ പറയാണ്, നിന്റെ ഉച്ചാരണം നീ അവനോടുകൂടെ ഉള്ളവനായിരുന്നു എന്ന് തെളിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം രക്ഷപ്പെട്ടു പോകാമെന്ന് ചിലപ്പോൾ വാക്കുകൊണ്ട് നമ്മുടെ വാക്കുകൊണ്ട് പലപ്പോഴും പല സ്ഥാനങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിനക്ക് പോരാട്ടമുണ്ടാകും. നിന്റെ വാക്കിന്മേൽ ശത്രു പിടിക്കും, നിന്റെ ഉച്ചാരണത്തിന്മേൽ വാക്ക് പിടിക്കും. ദൈവത്തിന് സ്തോത്രം. നീ യേശുവിനോടുകൂടെ ഉള്ളവനായിരിക്കുമ്പോൾ നിന്റെ വാക്കുകൾക്കും നിന്റെ ഉച്ചാരണത്തിനും വ്യത്യാസം. മറ്റുള്ളവർ സംസാരിക്കുന്നതിനേക്കാൾ നിന്റെ പ്രൊനൗൺസിയേഷൻ ഈസ് ഡിഫറന്റ്. നിന്റെ അട്ടറൻസ് എല്ലാം വ്യത്യാസമാണ്. വാക്കുകളെല്ലാം ഒരു മോശമായ വാക്കുകളും നിന്റെ നാവിൽ നിന്നില്ല. പരിശുദ്ധതയോടുകൂടെ സംസാരിക്കുവാൻ 3.5 വർഷക്കാലം ദൈവം നിന്നെ അഭ്യസിപ്പിച്ചതായ കാലം. നോക്കൂ, മറ്റുള്ളവരുടെ മുന്നിൽ അവർ നിന്നെ കുറിച്ച് പറയുകയാണ്, നീ വ്യത്യസ്തനാണ്, നിന്റെ വാക്കുകൾ, നിന്റെ ഉച്ചാരണം യേശുവിനെ പോലെ നീ സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിനെ പിൻപറ്റുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക് വ്യത്യാസമുണ്ടാകും. എന്നാൽ ഈ ഉച്ചാരണത്തിന്മേൽ ശത്രു പ്രവർത്തിക്കും. ഈ ഉച്ചാരണത്തിന്മേൽ പോരാട്ടങ്ങൾ ഉണ്ടാകും. ഈ ഉച്ചാരണത്തിന്മേൽ പരീക്ഷകൾ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. യേശു നിമിത്തം പ്രതിസന്ധിയിലായിരിക്കുന്ന ഗലീല ദേശത്തോട് കർത്താവ് പറയാണ്, ഗലീലേ, ഞാൻ ഇതാ നിന്റെ മുൻപിൽ ആദ്യം വരുന്നു, നിനക്ക് സമാധാനം അരുളുവാൻ. ഗലീലയിൽ വെച്ച് കണ്ട ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾക്ക് സമാധാനം. കഴിഞ്ഞ രാത്രികളിലും കഴിഞ്ഞ ദിവസങ്ങളിലും നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നതായ അനേക സാധു കുടുംബങ്ങളിലെ കുഞ്ഞുകുട്ടികളോട്, സഹോദരിമാരോട്, അമ്മമാരോട്, അപ്പന്മാരോട് യേശുവിനുള്ള ഒരു വാക്ക്, ഒരു സന്ദേശം, നിങ്ങൾക്ക് സമാധാനം. ഞാൻ നിമിത്തം നിങ്ങൾ ഭാരപ്പെടരുത്, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആണിപ്പഴുതേറ്റ കരങ്ങൾ അവരെ കാണിച്ചുകൊണ്ട് ഗലീലാ ദേശത്തോട് കർത്താവ് സമാധാനം സുവിശേഷിച്ചു. യേശു നിമിത്തം പ്രതിരോധത്തിൽ, പ്രതിസന്ധിയിൽ, പ്രതികൂലതയിൽ വലയുന്ന ജീവിതങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ നാമം നിമിത്തം അപമാനം നീ ഏറ്റിട്ടുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേറ്റ യേശു നിന്റെ ദേശത്ത്, നിന്റെ കുടുംബത്ത് നിനക്ക് പ്രതികൂലമായി നിൽക്കുന്നതായ അനേക ജീവിതങ്ങളോട് സംസാരിക്കുവാൻ, ഇടപെടുവാൻ, അവന്റെ മുഖത്തെ പ്രത്യക്ഷപ്പെടുത്തുവാൻ കർത്താവ് കടന്നു വരും. ആ പ്രത്യാശ നിനക്ക് ഈ പ്രഭാതത്തിൽ ദൈവം തരികയാണ്. നമ്പർ 2, നിന്റെ വാക്കുകൾ കൊണ്ട് നീ ജയിക്കാമെന്ന് പലയിടത്തും നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ബുദ്ധി കൊണ്ടും പ്രതിരോധ ശേഷി കൊണ്ടും നീ ജയിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെയും അഫലമാക്കുവാൻ ശത്രുവിന് കഴിയും. അവിടെയൊക്കെയും ദൈവം നിന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതായ വാക്കുകൾ, നീ തെറ്റിപ്പോകുന്ന ചില സാഹചര്യങ്ങളെ കുറിച്ച് കർത്താവിന് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് നിന്നോട് പറഞ്ഞത്, ഈ രാത്രിയിൽ കോഴി കൂകുന്നതിന് മുൻപ് നീ എന്നെ തള്ളിപ്പറയുന്നത് ഞാൻ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. നാം തോൽക്കുന്നത് ബുദ്ധിമാന്മാരുടെ മുൻപിലല്ല, നാം തോൽക്കുന്നത് പടയാളികളുടെ മുൻപിലല്ല, ശാസ്ത്രിമാരുടെ മുൻപിലല്ല, രാജാക്കന്മാരുടെ മുൻപിലല്ല, നാടുവാഴികളുടെ മുൻപിലല്ല, അനേക യോദ്ധാക്കളുടെ മുൻപിലല്ല, അനേക ശത്രു സമൂഹത്തിന് മുൻപിലല്ല. തോൽക്കപ്പെടുമ്പോൾ കേവലം ഒരു വേലക്കാരിയുടെ മുൻപിലും തോറ്റുപോകുന്ന സാഹചര്യം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വാക്കുകൊണ്ട് നാം തോൽക്കുന്നതായ സാഹചര്യം. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ നിന്നെ തന്നെ ഒന്ന് ശക്തീകരിക്കുവാൻ ദൈവം തരുന്ന സന്ദേശം, യേശു നിമിത്തം നീ പ്രതിസന്ധിയിലായിരിക്കുമെങ്കിൽ, യേശു നിമിത്തം നീ പ്രതിരോധത്തിലായിരിക്കുമെങ്കിൽ കർത്താവ് നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം. നിനക്ക് മാത്രമല്ല, നിന്റെ കുടുംബത്തിന് മാത്രമല്ല, നിന്റെ ദേശത്തിന് മാത്രമല്ല, നീ നിമിത്തം സകല ദേശത്തിനും സമാധാനം അരുളുന്നതായ യേശുവിന്റെ സ്നേഹം ആദ്യമായി നിന്നെ തേടി വരുവാൻ, നിന്റെ ഭവനത്തെ തേടി വരുവാൻ, നിന്റെ ജീവിതത്തെ തേടി വരുവാൻ സ്വർഗത്തിന് പ്രസാദമായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമാധാനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഭവനത്തിലും ദേശത്തിലും നീ നിമിത്തം, നിന്റെ ഉച്ചാരണ നിമിത്തം, നിന്റെ സ്വഭാവത്തിന്റെ വ്യതിയാന നിമിത്തം അത് കടന്നു വരുമാറാകട്ടെ.
ഗോഡ് ബ്ലസ് യു.